അടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു നിമിഷം വിജയൻ, ഒരു മനുഷ്യൻ ഇങ്ങോട്ട് അടുത്തു പോയത്. എടാ കുട്ടപ്പ, ഞാൻ പറയുന്നത് കേൾക്കൂ. കത്തി താഴെയിടൂ. ഞങ്ങൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ. കത്തി താഴെയിടൂ. ഞാനാ പറയുന്നത്. കത്തി താഴെയിടൂ. നീ എന്ത് നോക്കിക്ക? വേഗം പല്ലേക്ക്. മമ്മി, മമ്മി, ഈ സജി വെറുതെ നിൽക്കുന്ന. നേരം വെളുത്തില്ല, അതിനു മുമ്പേ തുടങ്ങി. എന്താണ് ഇതിനെ ബഹളം? സജി ബ്രഷ് ചെയ്യുന്നില്ല. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. വേഗം ബ്രഷ് ചെയ്യണം, ഇല്ല നിന്റെ സ്കൂൾ ബസ് ഡ്രൈവറോട് ഞാൻ പറഞ്ഞു കൊടുക്കും. പല്ലിലേക്കടാ സജി. ഓ, ഈ ചെറുക്കൻ. നീ പല്ല് തേക്കത്തില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. നീ കിടന്നു മുള്ളുന്ന കാര്യം ഞാനും പറഞ്ഞു കൊടുക്കും. അമ്മേ, നിങ്ങൾ മര്യാദക്ക് പല്ല് തേക്കുന്നുണ്ടോ? ഇല്ല അടി കിട്ടും. കേക്കടാ. സ്പാർക്ക് ചിറ്റപ്പന്റെ നേരത്തെ പേസ്റ്റ് ആവും. നീ എന്താ വരുന്നവരത്തെ എഴുതായിരുന്നേ? സ്റ്റേഷനോട്ട് കാർ ഓടുമായിരുന്നില്ലേ? ഇന്നലെ ഹൗസ് സർജൻസി കഴിഞ്ഞു. ഞാൻ ഉണ്ടെങ്കിൽ പോകുന്നു. ചേട്ടനോടെ കാലത്ത് എന്താ കേസുണ്ടെന്ന് പറഞ്ഞ് പുറത്തുപോയി. ചിറ്റപ്പ എനിക്ക് പാവം തന്നിട്ടുണ്ടോ? എനിക്ക് കാറും പ്ലെയിനും പട്ടിക്കുട്ടി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടു കുഞ്ഞുങ്ങളുടെ തള്ളയാണ് മാന്നെ അവള്. ഞാൻ കുടിക്കില്ല, ചൂത് കളിക്കില്ല. ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഒന്നിനും യാതൊരു കുറവും വരുത്തിയിരുന്നില്ല മാന്റെ. പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു? എല്ലാം കൊടുത്ത ഞാൻ അവളെ നിയന്ത്രിച്ചില്ല. അവർ രണ്ടുപേരെയും വെട്ടിക്കൊള്ളുകയാണോ അതിനുള്ള പ്രതിവിധി? സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കുന്ന കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മാന്നെ? എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് ബൈജുമോൻ. ഈ പ്ലെയിന് പറക്കോ ചിറ്റപ്പ? അയ്യോ, പ്ലെയിൻ മാത്രമല്ല, എല്ലാം ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. മേളം ഉണ്ടാക്കല്ലേ. ഇതെന്ത് കൂത്താ? ഇതെല്ലാം ഇപ്പോഴേ എടുത്തു കൊടുത്തോ? നീ ഒരുത്തനാ ഇവരെയൊക്കെ ലാളിച്ച് വഷളാക്കുന്നത്. ഈ മമ്മി ഒരു മൂരാച്ചിയാണില്ലേ? മൂരാച്ചി എന്ന് പറഞ്ഞാൽ എന്താ? മൂരാച്ചി എന്ന് വെച്ചാ അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞൂടാ. ഏതോ ജാഥാക്കാര് വിളിച്ചോണ്ട് പോകുന്ന കേട്ട് പഠിച്ചതാ. ചിറ്റപ്പ, ഞാൻ യന്ത്ര മനുഷ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എഴുതിയിരുന്നല്ലോ. ചിറ്റപ്പ മറന്നുപോയില്ലേ? ഞാൻ മറക്കോടി മോളെ. ചിറ്റപ്പ, എനിക്ക് വേണം.
ബൈജിന് കൊടുത്തു. ഇത് അവർക്ക് വേണ്ടി വാങ്ങിച്ചത് ആർക്കും കൊടുക്കത്തില്ല. ബൈജിന് കൊടുക്കത്തില്ല. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഡാഡി, എനിക്ക് ചിറ്റപ്പം കൊണ്ടുവന്ന യന്ത്ര മനുഷ്യനെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു. ഓഹോ, അപ്പൊ ഇതൊരു തർക്കവസ്തുവാണല്ലേ? തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ട് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ചേട്ടാ, ഇത് വാങ്ങിച്ചോണ്ട് വന്നെന്ന് നീനെ എനിക്ക് എഴുതിയിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാണ്. അങ്ങനെയാണോ കാര്യം? അപ്പൊ ഇതാർക്കൊക്കെ വേണ്ടത്? ബൈജിനോടാ? തയ്ക്കോ? അപ്പോ തർക്കം തീർന്നല്ലോ. എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ. ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വേഗം ഡ്രസ് ചെയ്യാൻ നോക്ക്. സ്കൂൾ ബസ് വരാൻ സമയമായി. നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അവൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ബാലേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്നാ നീ കാപ്പി എടുക്ക്. നിന്റെ ഹൗസ് ഏജൻസി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പരിപാടി? എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാ. നോ 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 നോ. നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ MD-ക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഫോറിൽ അപ്ലൈ ചെയ്യൂ. പഠിക്കാവുന്ന അത്രയും പഠിക്കുക. അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി. ശരി ചേട്ടാ, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. കാപ്പി കുടിക്കാം. എന്തു കുമാരൻ അയച്ച് കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കുക. വറുത്ത മീനെന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അനിയന് മീൻ വറുത്ത് കൊടുക്കുന്നത്. ചിറ്റപ്പ, ആരാ സിഗരറ്റ് എടുത്തെന്ന് പറയാമോ? സജി. അയ്യേ, ചിറ്റപ്പന് തെറ്റിപ്പോയി. ഞാനാ. ഇതാണ്ട് നിന്റെ ചിറ്റപ്പൻ. എന്താ ചേട്ടത്തി? ഇവൻ നിന്നെ കാണാൻ നിന്നെ ശല്യം ചെയ്യായിരുന്നു. അവന് നേരെ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി. ഏയ്, ഒന്നുമില്ല. ചിറ്റപ്പ, ഞാൻ പോയൊരു സൂചി എടുത്തോണ്ട് വരാം. ഇവനെ കുത്തി വെക്കാം. വേണ്ട ചിറ്റപ്പ, നമുക്കിവന് എനിമ കൊടുക്കാം. എനിമയോ? അതെന്തോ നിനക്കറിയാം? പിന്നെ ഈ അടിയിൽ കൂടെ വെക്കുന്നത്. ചിറ്റപ്പ, മോൻ പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാം. മോനെ ഒന്നും എന്താ എല്ലാവരും കൂടി ഒരു കോൺഫറൻസ്? ഇവന്റെ കാലിന് എന്ത് പറ്റി? ഒന്നുമില്ലെന്താ? അല്ല, ബാബുവിന്റെ തോൾ കയറി ഇരിക്കുന്നത് ചോദിച്ചതാ. ബാബു വന്നേ പിന്നെ അവന്റെ തോളിൽ നിറങ്ങൂല. അപ്പോഴേ ശ്രീമതി, ഞായറാഴ്ച വള്ളംകളിയാ, നമുക്ക് പോകണ്ടേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല. ഇപ്രാവശ്യം ഉദ്ഘാടനം IG-യുടെ ഭാര്യ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ചിറ്റപ്പ, നമുക്ക് ബീച്ചിൽ പോകാം. വേണ്ട ചിറ്റപ്പ, പാർക്കിൽ പോകാം. ചിറ്റപ്പ, നമുക്ക് ട്രെയിൻ കളിക്കാം. ശരി, ഓക്കെ. നീ പറയാ പിന്നെ അപ്പീലില്ലല്ലോ. അപ്പൊ കാപ്പൂടി കഴിഞ്ഞിട്ട്